ിക്കൊണ്ട് എങ്ങനെയെ നോക്കി കാണുന്നു? അയ്യോ, എനിക്ക് വലിയ വിഷമമുണ്ട്. നമുക്ക് എല്ലാവർക്കും വിഷമമാണ്. ആ ഒരു നാദം എന്നും നമ്മളിലുണ്ടാവും. ശരീരം മാത്രമേ നമ്മളിന്ന് വിട്ടുപോകുന്നുള്ളൂ. ശരീരവും നാദവും എന്നും നമ്മളിലുണ്ട്. എനിക്ക് അമ്മയായിട്ട് ഉള്ള 1-2 ഇൻസിഡൻസ് എനിക്ക് പറയണം. അത് കാര്യം എന്ന് വെച്ചാൽ, ഞാൻ അവസാനം പറ്റി എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് അമ്മയെ എൻ്റെ 2 വരി പാടണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ മൻസൂർ എന്നൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അമ്മയെ അപ്രോച്ച് ചെയ്തപ്പോൾ, അതിന് മുന്നേ എനിക്കറിയാം, അതിന് മുന്നേ കണ്ടപ്പോൾ അത്രയും സ്നേഹമാണ് അമ്മയ്ക്ക്. എപ്പോഴും വെട്ടിപ്പിടിച്ച് അത്രയും അങ്ങനെ ഒരു പിന്നെ എന്താ പറയാ രീതിയാണ് അമ്മയ്ക്കുള്ളത്. അങ്ങനെ നമ്മൾ കണ്ടാൽ നമുക്ക് അടുത്ത് വെച്ചാൽ തോന്നുന്നു. എനിക്ക് അതുപോലെ തന്നെ പാട്ടുകൾ പാടി കേൾപ്പിക്കുക നമ്മളെ. പല അമ്മയുടെ കോമ്പസിഷൻസ് ഞാൻ സംസാരിച്ചപ്പോൾ തോടി അതായത് ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ രാഗങ്ങളെ പറ്റിയിട്ട് ഒരുപാട് സംസാരമാണ്. തോടി അവർ കമ്പോസ് ചെയ്തിട്ടുള്ള മീര ഭജൻസ് എന്നെ കണ്ടിന്യൂസ് ആയിട്ട് പാടി കേൾപ്പിക്കുകയാണ് ആ കുറച്ച് സമയത്തിനുള്ളിൽ. പിന്നെ അതിനുശേഷം മൻസൂർ എന്ന സിനിമയ്ക്ക് പി ടി കുഞ്ഞുമുഹമ്മദ് സാറിന്റെ അതിലൊരു പാട്ട് പാടണം, അത് അമ്മയെ തന്നെ പാടണം എന്ന ആഗ്രഹം കൊണ്ട് വിളിച്ചപ്പോഴേ എനിക്ക് വലിയ വിഷമം ഉണ്ടായത് പാട്ട് നിർത്തി എന്ന് പറഞ്ഞു. മോനെ, ഞാൻ പാട്ട് നിർത്തി, എന്താ ചെയ്യുക? ഞാനിപ്പം മോന് വേണ്ടി പാടിയാല് ബാക്കി എല്ലാവരും എന്ത് ചെയ്യും? പിന്നെ ഒരു വിഷമം പറഞ്ഞത്, ഈ വലിയ മ്യൂസിക് കമ്പോസേഴ്സ് മ്യൂസിക് ചെയ്യുമ്പോൾ എനിക്ക് ഒരു പാട്ടെങ്കിലും എനിക്ക് തന്നൂടെ? ഇത്രയും പാട്ട് പാടിയ ഞാനല്ലേ, എനിക്ക് ഒരു പാട്ടെങ്കിലും അവരെനിക്ക് ഒരു സിനിമയിൽ തന്നൂടെ എന്ന് വളരെ വിഷമത്തോട് എന്നോട് ചോദിച്ചിരുന്നു. എന്നോട് പറഞ്ഞ കാര്യമാണ്. അപ്പോഴും ഞാൻ അതിനുശേഷം ഞാൻ പാട്ട് നിർത്തി. അപ്പോൾ എന്നോട് ക്ഷമിക്കണം എന്നാ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ എത്രയും എളിമയോടും എനിക്ക് 2-3 ദിവസങ്ങളായിട്ട് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. ഞാൻ റബീമ എന്നോട് അടുത്ത് ചോദിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് അമ്മയെ കാണാൻ വേണ്ടി പോകണം എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാനിങ്ങനെ ചിന്തിക്കുക, റബീമ എന്നെ വിളിച്ചിട്ടില്ല. പിന്നെ അമ്മയുടെ മുന്നിൽ ഒരു ജയജയവന്തി രാഗത്തില് ദരസ് ദേത് ക്യൂ നീ മാമൂരി, അത് അമ്മ എന്താണ് ദർശനം തരാത്തത് എന്നുള്ള ഒരു ബന്ദിഷുണ്ട് ജയജയവന്തി രാഗത്തില്. അത് പാടിയപ്പോൾ അതെനിക്ക് പഠിപ്പിക്കുമോ എൻ്റെ അടുത്ത് ചോദിക്കാണ്. അതെന്നെ ഒന്ന് പഠിപ്പിക്കുമോ? എന്നിട്ട് ഞാൻ പോയതിനു ശേഷം വിളിച്ചപ്പോൾ, ആ ഫംഗ്ഷൻ കഴിഞ്ഞ് തിരിച്ചു പോയി, ഞാൻ അമ്മേനെ വിളിച്ചപ്പോൾ ഓൺലൈൻ വന്നിട്ട് എനിക്ക് പഠിക്കണമെന്ന് ഈ ബന്ദിഷ്. അതൊക്കെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഒരിക്കലും ജീവിതത്തിൽ എനിക്ക് അമ്മയെ മറക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള കുറേ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു ഭാഗ്യം. നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ ജീവിതത്തിലെ ഒന്നും ഇല്ലാതെ വന്നിട്ടുള്ള ഒരു പാട്ടുകാരനോ ഒരു മ്യൂസീഷ്യനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ വന്നിട്ടുള്ളതാണ് ഞാനൊക്കെ. പക്ഷെ അമ്മയുടെ അടുത്തൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ കുട്ടിക്കാലത്തെ കേൾക്കുന്ന നാദമാണ്. അത് വിട്ടു പോകുമ്പോൾ ഒരു വിഷമം നല്ലതുപോലെ ഉണ്ട്. അത് എന്തായാലും എന്നും സംഗീതത്തിന്റെ ഓർമ്മയിലും സംഗീതം എപ്പോഴും നമ്മളിൽ, അമ്മ എന്നും നമ്മളിൽ, ജാനകി അമ്മ എന്നും നമ്മളിലുണ്ട്. അത്ര മാത്രമേ എനിക്കിപ്പോ പറയാനുള്ളൂ. എല്ലാവിധ അമ്മയ്ക്ക് എന്താ പറയാ, ഭഗവാൻ നല്ലൊരു ഇടം അവിടെ കൊടുക്കട്ടെ. തീർച്ചയായിട്ടും അത് മാത്രമേ ഉണ്ടാവും. കാര്യം കൃഷ്ണഭക്തിയാണ് അമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. മീരാ ഭജൻസ്, അതേപോലെ കൃഷ്ണ കീർത്തനങ്ങള്, അതേപോലെ സ്വന്തമായിട്ട് കമ്പോസ് ചെയ്യുന്ന അതെന്നെ പാടി കേൾപ്പിച്ചതെന്ന് വെച്ചാൽ അത് ഇപ്പോഴും ഓർക്കാൻ പറ്റില്ല കേട്ടോ. അത് എങ്ങനെയുള്ള എല്ലാവർക്കും ഒരു സമയമുണ്ടല്ലോ നമുക്ക് പോവാനുള്ള. വിളിച്ചാല് പോയല്ലേ പറ്റത്തുള്ളൂ. വളരെ നന്ദി ശ്രീ രമേശ് നാരായണൻ. ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. ജാനകിയമ്മയുടെ വിയോഗം ഉണ്ടാക്കുന്ന വേദന എത്രമാത്രം എന്നത് താങ്കളുടെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നു.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.